മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വെളിപാട് 21:4, The book of Revelation chapter 21 verse 4, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ക്രൈസ്തവന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷാനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുന്നുവെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു എന്ന് പൗലോസ്ലീഹ ഗലാത്യ സഭകൾ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തനം 14:22 വലിയൊരു ഉദാഹരണമാണ്. പാപത്തിന്റെ ആ ജീവിതത്തിൽ നിന്ന് മാറി നമ്മുടെ ജീവിതത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുവാൻ കഷ്ടതകൾ ഒരളവ് വരെ ആവശ്യമാണ്. നമ്മുടെ ജീവിത വിഹിതം എത്ര ദുരിതപൂർണമാണെങ്കിലും നിരാശപ്പെടരുത്. വെളിപാട് 21:4 ആ വാഗ്ദാനം മറക്കരുത്. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. മരണാനന്തര ജീവിതത്തെ കണക്കിലെടുക്കാതെ ജീവിതത്തെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതായി കരുതുന്നതിനാലാണ് നമ്മളൊക്കെ നിരാശരാകുന്നത്. നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന മരണകവാടം വിദൂരതയിലാണെന്ന് നാം കരുതരുത്. അത് വളരെ അകലെയല്ല. കർത്താവിനോട് ചേർന്ന് ജീവിതം ആരംഭിക്കുമ്പോൾ ദുഃഖമെല്ലാം തീരും. ഈ ലോകം നമ്മുടെ നിത്യഭവനമല്ല. നമുക്കൊരു നിത്യതയുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ചില സഹനങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയാലും എന്നാൽ എന്നെ കാത്തിരിക്കുന്നത് ആ നിത്യഭവനമാണ്. അവിടെ എന്റെ കണ്ണുനീരെല്ലാം തുടച്ചു നീക്കി എന്നെ ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിൽ, ആ ആനന്ദത്തിൽ നിറയ്ക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ വേദനയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ തളരാതെ നിത്യഭവനത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.